മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ വായിച്ചു നോക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നാലാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. പടച്ചറബിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്നത് ഓർത്തിട്ട് വല്ലാത്ത പ്രയാസമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ചരിത്രം എടുത്തു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭയത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഖബർ കണ്ടു കഴിഞ്ഞാൽ ഉസ്മാൻ തങ്ങൾ ഖബറിന്റെ ചാരത്തിങ്ങനെ കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. അത്രയ്ക്കും പേടിയായിരുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ, നരകം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, അക്ഷരയെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ ഇതുപോലെ കരയാറില്ലല്ലോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വല്ലാതെ കരയുന്നല്ലോ, ഖബർ കണ്ടാ കരയുന്നല്ലോ ഉസ്മാൻ തങ്ങളെ? അതിന്റെ കാരണം എന്താണെന്ന് ഉസ്മാൻ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ ഖബർ കാണുമ്പോ കരയാറുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരയാറുണ്ടോ? നമ്മുടെ ഖബറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമുക്കൊരു പേടിയുണ്ടോ സഹോദരാ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോ ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയുകയാണ്. കരയാറുള്ള കാരണം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. ആരെങ്കിലും ഖബറിനകത്ത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ കരയാറുള്ള കാരണം എന്തെന്നറിയുമോ? അവിടെ പറഞ്ഞു സ്വഹാബ, ഉസ്മാൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ കൂടെ മാതാപിതാക്കളും ഭാര്യയും മക്കളും കൂടപ്പറപ്പുകളും കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടല്ലോ. ഉസ്മാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഈ സദസ്സിലിരിക്കുന്ന പെങ്ങള്, ഇന്ന് നീ ജീവിക്കുമ്പോ നിന്റെ കൂടെ നിന്റെ ഉമ്മയുണ്ട്, നിന്റെ ബാപ്പയുണ്ട്, നിന്റെ ഭർത്താവുണ്ട്, നിന്റെ മക്കളുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, നിന്റെ കൂടപ്പറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്. നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോ അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അല്ലാഹുവേ, ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ. ഇനി അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകിയാൽ ആ സ്വർഗത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ നടക്കാമല്ലോ. ഇനി അല്ലാഹു എങ്ങാടും നിങ്ങളെ നരകത്തിൽ വലിച്ചെറിഞ്ഞാൽ ആ നരകത്തിൽ അബൂജഹലും ഉത്ബത്തും ശൈബത്തും നമ്രൂദും ഖാറൂനും ഫിർഔനും ഇബ്ലീസുമല്ല ആ നരകത്തിലുണ്ടല്ലോ. എവിടെ പോയാലും ആള് കൂടെയുണ്ടല്ലോ. എവിടെ പോയാലും ആള് കൂടെയുണ്ടല്ലോ. പക്ഷേ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്റെ വഴി കേൾക്കാമെന്ന ചെറുപ്പക്കാരോട്, വാപ്പമാരോട്, ഉമ്മ പെങ്ങളോട് പറയുകയാ, ഇന്നിവിടന്ന് വഴുതകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നോ. ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കാ തയ്യാറാകുമ്പോ
നിന്റെ വീടിന്റെ അകത്ത് ബെഡ്റൂമിന്റെ അകത്ത് ലൈറ്റ് അണച്ച് ഫാൻ അണച്ചിട്ട് വീട്ടിലെ ലൈറ്റ് മുഴുവനും അടച്ചിട്ട് നിനക്കൊരു 5 മിനിറ്റ് ഒറ്റയ്ക്കിരിക്കാ കഴിയുമോ പെങ്ങളെ? നീ രാത്രിയിലിരിക്കണ്ട. നാളെ ഉച്ച സമയത്ത് 12 മണിയാകുമ്പോ നിന്റെ റൂമിന്റെ അകത്ത് വാതിലടച്ചിട്ട് ഒരു 5 മിനിറ്റ് നിനക്ക് ഒറ്റയ്ക്കിരിക്കാ പേടിയല്ലേ? കാരണം നീ ഒറ്റയ്ക്കിരുന്ന് ശീലിച്ചിട്ടില്ലല്ലോ. എങ്കിലല്ലാ സുഭാരിതങ്ങൾ പറയുകയോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ വീട്ടുകാര് മുഴുവനും നിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് അവസാനം 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് വീടിന്റെ അകത്ത് 3 കഷ്ടം വെള്ള തുണികളെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നിന്റെ വാപ്പയും നിന്റെ ഭർത്താവും നിന്റെ സഹോദരനും വിളിച്ചു പറയുകയാ, പുതിയാ പോകുകയാണ്, പുതിയാ പോകുകയാണ്, കാണേണ്ടവരൊക്കെ കണ്ടുകൊള്ളാറ്. അങ്ങനെ മയ്യത്ത് കാണാ തിരക്ക് കൂട്ടുമ്പോ നിന്റെ ഉപ്പയാ പറയുന്നത്, നിന്റെ ഭർത്താവാ പറയുന്നത്, നിന്റെ പൊന്നുമക്കളും പറയുന്ന കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാ. അല്ലാഹുവേ, 3 കഞ്ചം വെള്ള തുണിയിൽ 3 കെട്ടുകൾ കെട്ടികെട്ട് പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിയിൽ വന്നുകൊണ്ട് വന്ന മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്തു വെക്കുമല്ലോ. അപ്പടാടാ നിലവിളി കേൾക്കുന്നത്, നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നത് കേൾക്കുന്നതപ്പടാ. ഏതൊരു മനുഷ്യന്റെയും ഹൃദയം പിടഞ്ഞു പോകുന്നതപ്പഴാട്. മരണ വീട്ടിൽ നിന്ന് മയ്യത്ത് വീടിന്റെ വെളിയിലേക്ക് ഇറക്കുമ്പോ എന്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ എന്ന് നെഞ്ചു പൊട്ടിയിട്ട് മക്കള് കിടന്ന് വിലവിളിക്കുന്ന ഒരു ദിവസം വരുമല്ലോ. അവസാനം ഇവിടത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞോ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പറയുന്നു മഅസ്സലാമാ. ഒറ്റയ്ക്കാ മോളെ, വീടിന്റെ റൂമിന്റെ അകത്ത് ഒറ്റയ്ക്കിരിക്കാ പേടിച്ച നീയ് ഖിയാമത്ത് നാള് വരെ, നാളെ മഹ്ശറയുടെ ദിനം വരെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കാതിരക്ക് ധൈര്യമുണ്ടോ? എങ്ങനെ കിടക്കും വാപ്പാ? അതുകൊണ്ടാണ് ഉസ്മാൻ തങ്ങൾ പറയുന്നത്, കബർ പറയുമ്പോ എനിക്ക് കബർ കാണുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കണമല്ലോ അല്ലാ. അതോർത്തത് കൊണ്ടാ എന്റെ കണ്ണ് നിറയുന്നത്. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, അല്ലാഹുണ്ടടാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ഒരു കടുകുമണിയുടെ അളവ് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നാളെ റബ്ബ് നിന്നോട് ചോദിക്കുമല്ലോ. അതുകൊണ്ട് എന്തേ ചിന്തിക്കാത്തത്? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചുകൂടെ? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചുകൂടെ? അല്ലാതെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നെഞ്ചു പിരിച്ച് സർവ്വതും മറന്നുകൊണ്ട് നടക്കുന്നവരില്ലേ, കള്ളു കുടിക്കുന്നവരില്ലേ, വ്യഭിചരിക്കുന്നവരില്ലേ, പലിശ തിന്നുന്നവരില്ലേ, നിസ്കരിക്കാത്തവരില്ലേ,
വാപ്പാ പ്രായം ചെന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ കഴിയാത്തത് എന്തുകൊണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് വരട്ടെ. പെങ്ങളെ, അല്ല കയറട്ടടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വരട്ടെ. അല്ലാഹു നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കേറിയാൽ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി കേൾക്കാൻ കൊതിക്കുന്നവരല്ലേ? യൂസുഫ് നബിയെ പ്രണയിച്ച സുലൈഖയുടെ ചരിത്രം കേൾക്കാൻ കൊതിക്കുന്ന പെങ്ങള്, നിനക്കറിയുമല്ലോ ഈജിപ്തിന്റെ ഭരണാധികാരിയായ അതാ പടച്ചവനെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ മണിയറയുടെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് കയറി പിടിച്ചിട്ട്, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ പെണ്ണവിടന്ന് യാചിച്ചപ്പോ അല്ലാഹ് ഖാല മആദല്ലാഹ്, സുലൈഖ പേടിയാ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പറയണവടാ ചെറുപ്പക്കാരാ, പാപം ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത്, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് പറയണം, ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. നിനക്കറിയുമോ യൂസുഫ് നബിയെ കയറി പിടിച്ച സുലൈഖയുണ്ടല്ലോ, ആ സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹാ എന്തുകൊണ്ടാണ് യൂസുഫ് നബിയെ കയറി പിടിച്ചത്? സ്നേഹം കൂടിയത് കൊണ്ടല്ലോ, സ്നേഹം കൂടിയത് കൊണ്ടല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ ഭരണാധികാരിയായി സുലൈഖാ ബീവിയെ വിവാഹം കഴിച്ചു. സുലൈഖാ ബീവിയെ വിവാഹം കഴിച്ചു. അത് മാത്രം കേട്ടാ പോരാ, യൂസുഫ് നബിയുടെയും സുലൈഖാ ബീവിയുടെ ചരിത്രത്തിന്റെ അവസാനം പഠിക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയെ വിവാഹം കഴിച്ചു. മണിയറക്കകത്ത് കടന്നു ചെന്നപ്പോ സുലൈഖ പരിഗണിക്കുന്നില്ല, സുലൈഖ സഹകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, സുലൈഖ, അല്ലാഹു ഹറാമാക്കിയപ്പോ, അല്ലാഹു ഹറാമാക്കിയപ്പോ എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാ. അല്ലാഹു ഹലാലാക്കി തന്നല്ലോ, നീ എന്റെ ഭാര്യയാണല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ സുലൈഖ. എന്തേ പരിഗണിക്കാത്തത്, എന്തേ സഹകരിക്കാത്തത്? സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫേ, എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു യൂസുഫേ. നിന്നോട് എനിക്ക് വല്ലാത്ത പ്രണയമായിരുന്നു, നിന്നോട് എനിക്ക് വല്ലാത്ത ഭ്രാന്തായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാനെന്ന് കേറി പിടിച്ചത്. പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് നീയില്ല യൂസുഫേ, എന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല. എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് അല്ലാഹുവോട് വല്ലാത്ത സ്നേഹമാ. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ പരിഗണിക്കാൻ പറ്റാത്തത്, നിന്നോട് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹാ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവോടുള്ള പേടി വരണം ചെറുപ്പക്കാരാ. പ്രതിഫലം എന്തെന്നറിയോ? നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട്. പക്ഷേ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമാ, ഒരാൾക്ക് രണ്ട് സ്വർഗമാ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ, അവന് രണ്ട് സ്വർഗമോ. പെങ്ങളെ, നിന്നെ പിഴപ്പിക്കാൻ നാല് ഭാഗത്ത് നിന്ന് ആണുങ്ങള് നിന്റെ പുറകുണ്ട്. അല്ലാഹുവിനെ പേടിക്കുമോള്, അല്ലാഹുവിനെ പേടിക്കുമോള്. ഏത് സാഹചര്യത്തിലും അല്ലാഹുവിനെ പേടിക്ക്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ ഭയപ്പെടണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആരാ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, വല്ലാത്ത ആരോഗ്യവാനാണ്, കൊള്ളക്കാരുടെ നേതാവാണ്, കൊള്ളക്കാരുടെ നേതാവാണ്. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ വെറുതെ വിടാറില്ല, ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഫുളൈൽ ഒരു പെണ്ണിനെ കാണുകയാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കാണുകയാ. എത്രയെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടും അവിടെ നിന്ന് വഴങ്ങുന്നില്ല. ഫുളൈൽ തങ്ങൾക്ക് ദേഷ്യമായി പാതിരാത്രി ആരും കാണാതെ വീടിന്റെ മതില് ചാടുകയാ, വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചു. ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് കടന്നു ചെന്നു. സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്, ബലാത്സംഗം ചെയ്യാൻ പോകുകയാണ്. ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്ക് നടുവില് ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ വ്യഭിചരിക്കാൻ തയ്യാറെടുക്കുമ്പോ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്ന് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഈ പെണ്ണ് ചോദിക്കുകയാണ്, തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി തന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ ഫുളൈല്? അല്ലാഹ് ചോദിക്കുന്നത് കേട്ടില്ലേ? മോളെ, പിഴപ്പിക്കാൻ വരുന്നവനോട് ചോദിക്കണം, മരിക്കണ്ടേടാ, ഖബറില്ലേടാ, പരലോകമില്ലേ, അല്ലാഹുവിന്റെ കോടതിയില്ലേ? അതുകൊണ്ട് മോളെ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ അതിൽ നിന്ന് തിരിഞ്ഞു നടന്നോ. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ നഫ്സിനോടും നിങ്ങളോട് പറയുകയാ, തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്, തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരു പേടിയുമില്ല. ആദ്യമാണ് പേടിയുണ്ടായിരുന്നത്, പിന്നെ ചെയ്യാൻ പേടിയില്ലല്ലോ. നീ വിചാരിക്കും നിന്നെ പിടിക്കാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുമ്പോ നീ വിചാരിക്കും അത് നിന്റെ കഴിവാണെന്ന്, അല്ലേ? ഭർത്താവിനെ വഞ്ചിക്കുമ്പോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും മെസ്സേജ് എഴുതുമ്പോ, നഗ്നചിത്രങ്ങൾ ഷെയർ ചെയ്യുമ്പോ, ഓരോ പ്രാവശ്യവും നീ രക്ഷപ്പെടുമ്പോ വിചാരിക്കും നിന്റെ ബുദ്ധി, നിന്റെ ബുദ്ധി, നിന്റെ ബുദ്ധി. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 1, 2, 3. ഒരു വട്ടം ചെയ്തു, 2 വട്ടം ചെയ്തു, 3 വട്ടം ചെയ്തു, പിടിക്കപ്പെട്ടില്ല. പിന്നെ നീ എപ്പോഴും വേണമെങ്കിലും കരുതിയിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 3 കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവസരം ഉണ്ടാകില്ല. 3 കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഉണ്ടാകില്ല. എപ്പോഴെങ്കിലും നിന്നെ പൊക്കിയിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിനെ ഭയമുണ്ടാകണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. മരണം വരും. 2022 കാലെടുത്തു വെച്ചു. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ 1 കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തുന്നു, ഞാൻ 1 വർഷം കൂടെ മരണത്തിലേക്ക് അടുത്തു, എനിക്കൊരു കൊല്ലം കൂടെ ആയുസ് കൂടിയല്ലോ. അല്ലാഹുവേ, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ, എനിക്ക് പക്വത വേണമല്ലോ, നന്നാകണമല്ലോ എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവാ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം വേണം, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വേണം. ഹൃദയത്തിൽ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന നാലാമത്തെ ഗുണം അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10:45. ഞാൻ 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ, നിങ്ങൾ സമ്മതം തരുമെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്തു വേണം?